കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം വാഴ, ചക്ക എന്നിവയുടെ സമഗ്ര പഠനത്തിനും ഗവേഷണത്തിനും വിജ്ഞാന വ്യാപനത്തിനും വേണ്ടിയുള്ള സംസ്ഥാനത്തെ ഏക സ്ഥാപനമാണ്. തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലെ മാരാക്കിലിൽ 1963 പ്രവർത്തനം ആരംഭിച്ച ഈ കേന്ദ്രം ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ സംയോജിത ഗവേഷണ പദ്ധതിയായ ACR ഫലവർഗ്ഗങ്ങളുടെ ഒരു പ്രധാന സെൻ്ററായി ഇന്ന് പ്രവർത്തിച്ചു വരും. കൃഷിക്കാർക്ക് ആവശ്യമുള്ള ഗുണമേന്മയുള്ള കന്ന്, ടിഷ്യൂ കൾച്ചർ തൈകൾ, ജൈവവളങ്ങൾ, ജൈവിക രോഗ കീട നിയന്ത്രണ ഉൽപ്പാദന ഉപാധികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ ഈ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുകയും ഗവേഷണ പദ്ധതികളിലൂടെ കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യകൾ കൃഷിവകുപ്പ് വഴി കർഷകർക്ക് പരിശീലനം നൽകിയും പ്രവർത്തന മേഖല ശക്തമാക്കുന്നു. ICRൻ്റെ ട്രൈബൽ സബ്പ്ലാൻ എന്ന പദ്ധതി നടപ്പിലാക്കാനായി അട്ടപ്പാടി മേഖല തിരഞ്ഞെടുക്കുകയും ഈ പ്രദേശത്തിൻ്റെ കാർഷിക പാരമ്പര്യത്തെ ഉയർത്തുന്നതിലും മികവുറ്റ കർഷകരെ കണ്ടെത്തുന്നതിലും ശാസ്ത്രീയ കൃഷി അറിവുകൾ പകർന്നു കൊടുക്കുന്നതിലും വിജയം കൈവരിക്കാൻ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം 2025-26 സാമ്പത്തിക വർഷത്തിൽ വാഴകൃഷി, വാഴ ഇനങ്ങൾ, കൃഷിയിലെ രോഗ കീട നിയന്ത്രണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം തുടങ്ങിയ മേഖലയിൽ മുൻനിര പ്രദർശനം, പ്രാപ്തി വികസന പരിപാടികൾ തുടങ്ങിയവ അട്ടപ്പാടി മേഖലയിൽ ഒരുക്കി വരുന്നു. പാലക്കാട് ജില്ലയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അട്ടപ്പാടി ജൈവ വൈവിധ്യത്താലും ഗോത്ര വിഭാഗങ്ങളുടെ ആവാസ കേന്ദ്രമായും ശ്രദ്ധ നേടിയ പ്രദേശമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിലുള്ള ഈ താഴ്വരയിൽ അഗളി, പുതൂർ, ഷോളയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കൃഷിയും കൃഷി അടിസ്ഥാന പ്രവർത്തനങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. പ്ലാന്റേഷൻ വിളകൾ, തെങ്ങ്, വാഴ, ചെറുധാന്യങ്ങൾ എന്നിവയാണ് പ്രധാന കൃഷികൾ. ICRൻ്റെ ട്രൈബൽ സബ്പ്ലാൻ പദ്ധതിയിലൂടെ വാഴയുടെ ശാസ്ത്രീയ കൃഷി പഠനം ആദിവാസി കർഷകരിൽ എത്തിക്കുവാനും ഊരുകളിൽ കർഷകർക്കായി കാർഷിക പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുവാനും BRS കണ്ണാറയ്ക്ക് സാധ്യമായി. ശാസ്ത്രീയ വാഴകൃഷി, വാഴ ഇനങ്ങൾ, ടിഷ്യൂ കൾച്ചർ വാഴയുടെ പരിചരണം, കീടരോഗ നിയന്ത്രണം തുടങ്ങി കർഷകരുടെ ആവശ്യപ്രകാരം പ്രാപ്തി വികസന പരിപാടികൾ സംഘടിപ്പിച്ചു. മാത്രമല്ല വിള സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലും പരിശീലനം നൽകിയത് കർഷകരിൽ വരുമാന വർധനവിന് സഹായമായി. രോഗകീട പ്രതിരോധ ശേഷിയുള്ള കൂടുതൽ വിളവ് തരുന്ന ഇനങ്ങൾ നേന്ത്രൻ, കാവേരി കൽക്കി, പപ്പോലു മുതലായ പ്രത്യേക ഇനങ്ങൾ, മണ്ണിന് ജീവനേകാൻ ജീവാണുവളങ്ങൾ, പരിസ്ഥിതി സൗഹൃദ സംരക്ഷണ മാർഗങ്ങളായ ട്രൈക്കോഡർമ, സ്യൂഡോമോണസ്, പെസിലോമൈസിസ്, വാം തുടങ്ങിയ രാസവള കീട കുമിൾനാശിനികൾ എന്നിവ കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തിരഞ്ഞെടുത്ത ഗോത്രവർഗ കർഷകർക്ക് വിതരണം ചെയ്യുകയും അവരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ കാർഷിക നിർദ്ദേശങ്ങൾ ഈ കേന്ദ്രം നൽകി വരികയും ചെയ്യുന്നു. അതോടൊപ്പം ഈ മാതൃകാ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി വാഴകൃഷിയിൽ നടപ്പാക്കുന്നതിനായി കർഷകർക്ക് സ്പ്രേയർ, കമ്പിപ്പാര എന്നിവ നൽകുകയും ചെയ്തു. കേരള കാർഷിക സർവകലാശാല വാഴയുടെ ഉൽപ്പാദന മികവിനായി തയ്യാറാക്കിയ ദ്വിതീയ സൂക്ഷ്മമൂലക പോഷക മിശ്രിതമായ സമ്പൂർണ്ണ പത്രപോഷണം വഴി വാഴയ്ക്ക് നൽകുന്ന മുൻനിര പ്രദർശനം ഇതിനോടൊപ്പം നടത്തിയുണ്ടായി. മിതമായ അളവിൽ കൃത്യമായ സമയത്ത് മൂലകങ്ങൾ വിളകൾക്ക് ലഭ്യമാക്കുന്നത് എങ്ങനെയെന്ന അവബോധം കർഷകർക്കിടയിൽ സൃഷ്ടിക്കാൻ സാധ്യമാക്കി. മഴയെ ആശ്രയിച്ച് പാരമ്പര്യമായി വാഴ കൃഷി ചെയ്യുന്ന ആദിവാസി വിഭാഗങ്ങളുടെ പ്രധാന പ്രശ്നം വേനൽക്കാലങ്ങളിൽ കിഴക്കൻ അട്ടപ്പാടിയിലെ മരുഭൂമിക്ക് സമാനമായ രൂക്ഷ വരൾച്ചയാണ്. കൃത്യത കൃഷിരീതിയും കണിക ജലസേചനവും അട്ടപ്പാടിയിലെ രൂക്ഷ വരൾച്ചയെ തുടർന്നുള്ള ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന അറിവ് വാഴകൃഷിയെ തുടർന്നു കൊണ്ടുപോകാം എന്ന ആത്മവിശ്വാസം ഗോത്രവർഗക്കാരുടെ ഇടയിൽ സൃഷ്ടിക്കാൻ സാധ്യമായി. നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഇടയിൽ ചിലവ് കൂട്ടുന്ന ഒന്നാണ് വാഴകളുടെ താങ്ങുകൊടുക്കൽ. അതിനൊരു പ്രതിവിധി എന്നോണം കർഷകർക്ക് കോളാർ റിംഗ് ആൻഡ് സ്ട്രിംഗ് മെത്തേഡ് പരിചയപ്പെടുത്തി ചിലവ് കുറച്ച് കൃഷി വിജയകരമാക്കി. കാലഘട്ടത്തിന് ആവശ്യമായ ഈ ആശയം അട്ടപ്പാടിയിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണവും TSP പദ്ധതി നടപ്പാക്കുന്നതിലൂടെ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിനും സാധ്യമായി. ഓണക്കാലം വാഴയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. നട്ടുനനച്ച് പരിപാലിക്കുന്ന വാഴക്കുലയ്ക്ക് മതിയായ വില ലഭിച്ചില്ലെങ്കിൽ കനത്ത നഷ്ടമാണ് കർഷകർക്കുണ്ടാവുക. നഷ്ടപ്പെട്ടു പോകാതെ വാഴക്കുലകളെ വിവിധതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്ന സംരംഭങ്ങൾ ആരംഭിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രാപ്തി വികസന പരിപാടിയും കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം അട്ടപ്പാടിയിൽ നടപ്പാക്കി. പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെ ട്രൈബൽ എക്സ്റ്റൻഷൻ സെൻറ്റർ ഗുളിക്കടവിൽ വെച്ച് നടത്തിയ പരിപാടി വരുമാനമാർഗം ഉയർത്തുവാനും കാർഷിക സംരംഭകരെ കണ്ടെത്തുവാനും സഹായകരമായി.
അട്ടപ്പാടിയിലെ കാർഷിക രംഗത്ത് കണ്ണാറവാഴ ഗവേഷണ കേന്ദ്രത്തിൻ്റെ കയ്യൊപ്പുകൾ പതിപ്പിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിലും ഓരോ ഊരുകളിൽ വീതം മാതൃകാ കൃഷിത്തോട്ടങ്ങൾ സൃഷ്ടിച്ച് ഗോത്രവർഗ്ഗക്കാരുടെ ഇഷ്ടവിളയാക്കി വാഴയെ നിലനിർത്താൻ സാധ്യമാകും എന്ന ലക്ഷ്യം TSP പദ്ധതിയിലൂടെ നടപ്പാക്കി വരുന്നു.